عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരന്മാരെ, എല്ലാവരിലും അള്ളാഹുവിന്റെ രക്ഷയും കരുണയും സദാ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂറത്ത് കഹ്ഫ് അവസാനിക്കുന്ന ഭാഗത്ത് അള്ളാഹു നീ പറയുക ഖുൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെ പറഞ്ഞു വന്ന വിഷയങ്ങൾ മുഴുവനും ഉൾച്ചേർത്ത് പറഞ്ഞുപോയ കാര്യങ്ങളെ ഗൗരവപൂർവം ഉൾക്കൊള്ളേണ്ടതിൻ്റെ ആവശ്യകതയെ എടുത്തു പറയാൻ അത്തരം ഒരു പ്രയോഗം നടത്തി അള്ളാഹു നമ്മളെ ചില ജീവിത വിഷയങ്ങളെ ബോധ്യപ്പെടുത്തുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അവിടെ എന്തുകൊണ്ടാണ് മനുഷ്യന്റെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകുന്നത്, അതിന്റെ അടിസ്ഥാന കാരണം അള്ളാഹു വിശദീകരിച്ചു. അത് നമ്മെ ബോധ്യപ്പെടുത്തി തന്നു. രണ്ട് കാരണങ്ങളാണ് അത് അവിടെ നമ്മൾ ചർച്ച ചെയ്തത്. അതായത് الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا أولئك الذين كفروا بآيات ربهم. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അവർ കളവാക്കി എന്നതും വലിഖാഇഹി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തെ നിഷേധിച്ചു എന്നതും അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമാകാൻ കാരണമാകുന്നു, അല്ലെങ്കിൽ കാരണമായി എന്ന് നമ്മൾ വിശദീകരിച്ചു. അത്തരം ആളുകളെ അള്ളാഹു അന്ത്യനാൾ പരിഗണനയ്ക്ക് പരിഗണിക്കുന്നതല്ല. അവരെ ഒരു നിലക്കും അള്ളാഹു ശ്രദ്ധിക്കുന്നതല്ല എന്നും നമ്മൾ വിശദീകരിച്ചു. അപ്പോ അതിനുശേഷം പിന്നെ അള്ളാഹു പറയാണ് ദാലിക ജസാഉഹും ജഹന്നമു ബിമാ കഫറു വത്തഖദു ആയാതി വറുസുലി ഹുസുവ. ദാലിക ജസാഉഹും ജഹന്നമു, അത്തരം പ്രവൃത്തി കാരണമായി നരകം അവർക്ക് നാം പ്രതിഫലമായി നൽകിയിരിക്കുന്നു. ബിമാ കഫറു, അവർ നിഷേധിച്ച ഒന്നിന് പകരമായി, അല്ലെങ്കിൽ നിഷേധിച്ചതിന് കാരണമായി. ആ നിഷേധത്തെ അവർ പ്രകടിപ്പിക്കാനുണ്ടായ മറ്റൊരു കാരണം വത്തഖദു ആയാതി വറുസുലി ഹുസുവ, അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെയും ആയത്തുകളെയും അതുപോലെ തന്നെ നമ്മുടെ പ്രവാചകന്മാരെയും നമ്മുടെ ദൂതന്മാരെയും അവര് നിസാരമാക്കുകയും അവര് നിന്ദിക്കുകയും ചെയ്തു എന്നാണ്. അവിടെ ദാലിക ജസാഉഹും, അതാണ് അവരുടെ പ്രതിഫലം, അഥവാ നരകമാണ് അവരുടെ പ്രതിഫലം. അവർക്ക് നാം പകരമായി അതിന് നൽകിയത് നരകമാണ്. ബിമാ കഫറു, അവർ നിഷേധിച്ചതിന് കാരണമായി, അവർ നിഷേധിച്ച് തള്ളിയതിന് പകരമായി നാം അവർക്ക് നരകമാണ് അവർക്ക് പ്രതിഫലമായി നൽകിയത്. അപ്പൊ ഇവിടെ വിശുദ്ധ ഖുർആന് മനുഷ്യർക്ക് നരകം അല്ലെങ്കിൽ അന്ത്യനാളിൽ ശിക്ഷ ലഭിക്കുന്ന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ അവരുടെ തന്നെ ഇടപെടൽ മൂലം, അവരുടെ തെറ്റായ നടപടി മൂലം മാത്രമാണ് നാം അത് അവർക്ക് പകരമായി നൽകുന്നത് എന്ന് അള്ളാഹു പറഞ്ഞു പോവുകയാണ്. നാം അവരോട് ഏറെ കാരുണ്യം കാണിക്കുകയും ദൈവദൂതന്മാരെ നിയോഗിക്കുകയും പടച്ച തമ്പുരാനെ നന്നായി മനസ്സിലാക്കാൻ അവർക്ക് പ്രകടമായ ദൃഷ്ടാന്തങ്ങൾ അവരുടെ മുമ്പിൽ നാം അവതരിപ്പിക്കുകയും വച്ചു കൊടുക്കുകയും ചെയ്തതിന് ശേഷവും അവർ തന്നെ സ്വയം ഈ ശിക്ഷ തെരഞ്ഞെടുക്കുകയാണ്, അല്ലെങ്കിൽ
അവരുടെ ജീവിതത്തെ ദുരന്തത്തിലേക്ക് അവർ സ്വയം തള്ളിവിടുകയായിരുന്നു എന്നാണ് ആ ദാലിക്ക എന്ന വാക്കുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. ധാരാളം ഇടങ്ങളിൽ അള്ളാഹു മനുഷ്യന്റെ ഇത്തരത്തിലുള്ള ചെയ്തികൾക്ക് പകരമായി മാത്രമാണ് അള്ളാഹു അവന് ശിക്ഷ നൽകുന്നത് എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ചില ആളുകളിലും ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്തിനാണ് അള്ളാഹു മനുഷ്യനെ ശിക്ഷിക്കുന്നത്? എന്തിനാണ് കുറെ ആളുകളെ നരകത്തിനും കുറെ ആളുകളെ സ്വർഗത്തിനും വിധേയരാക്കുന്നത്? അത് ഒന്ന് ബാലിശമായ ചോദ്യമാണ്. മനുഷ്യൻ അവന്റെ ജീവിത പരിസരങ്ങളില് അവൻ തന്നെ മനുഷ്യനെ പരീക്ഷണത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നിരന്തരം. അപ്പോ അവന്റെ ജീവിത ഇടങ്ങളിൽ അവൻ മറ്റുള്ളവരെ പരീക്ഷണത്തിന് വിധേയമാക്കുന്നു. അവരിൽ വിജയികളും പരാജിതരും ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള കർമ്മരൂപങ്ങളെ അവർ തന്നെ സ്വയം നിരന്തരം പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനുള്ള സംവിധാനങ്ങൾ അവർ ഉണ്ടാക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒന്നായി മാത്രം ഇതിനെയും കണ്ടാൽ മതി. അള്ളാഹുവിലേക്ക് മാത്രം ചേർത്ത് പറയുമ്പോൾ എന്തുകൊണ്ട് അള്ളാഹു ഇങ്ങനെ ചെയ്യുന്നു എന്ന് മനുഷ്യൻ പറയുന്നു. എന്നാൽ അവന്റെ ജീവിത ഇടങ്ങളിൽ അവൻ മനുഷ്യരിൽ നിന്ന് നല്ലവരെയും അതുപോലെ തന്നെ ചീത്തവരെയും വേർതിരിക്കുവാൻ, അല്ലെങ്കിൽ വിജയികളെയും പരാജിതരെയും വേർതിരിക്കുവാൻ അവൻ തന്നെ സ്വയം വളരെ ബലിഷ്ഠമായ നിർമ്മിതികൾ അവൻ തന്നെ നിർമ്മിക്കുന്നുണ്ട്. അവൻ തന്നെ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോ അള്ളാഹു എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒന്ന് ചെയ്യുന്നു? അള്ളാഹു റഹ്മാൻ എന്ന് പറയുന്ന ഒരു സിഫത്തിനെ മാത്രം പേറുന്നവനല്ല. കാരുണ്യവാൻ എന്ന് പറയുന്ന ഒരു സിഫത്തിനെ മാത്രം പ്രകടിപ്പിക്കുന്നവനല്ല അള്ളാഹു. അള്ളാഹുവിന് ധാരാളം ഗുണങ്ങളുണ്ട്. അതിൽ റഹ്മാൻ എന്ന് പറയുന്ന സിഫത്തിന്റെ ഭാഗമാണ് മനുഷ്യരെ നേർവഴിക്ക് നടത്തുവാൻ പ്രവാചകന്മാരെ നിയോഗിക്കുന്നതും പടച്ച തമ്പുരാനെ ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവിനെ ബോധ്യപ്പെടാൻ ഉതകുന്ന രൂപത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതും. അത് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ് റബ്ബ് എന്ന സിഫത്തിനെ അത് അത്വാ ആണ്, കാരുണ്യമാണ്, അള്ളാഹുവിൽ നിന്നുള്ള ദാനമാണ് എന്ന് പണ്ഡിതന്മാര് ആ വാക്കിനെ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നത്. റുബൂബിയത്തു അത്വാഉൻ, അള്ളാഹുവിന്റെ റുബൂബിയത്ത് എന്നുള്ളത് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കുക മാത്രമല്ല, വെറുതെ അങ്ങ് സൃഷ്ടിക്കുകയല്ല. അവൻ എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ടോ അതെല്ലാം അവന് വേണ്ടി ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവനറിയാതെ ഇവിടെ സൂര്യൻ ഉദിക്കുന്നുണ്ട്, അവനറിയാതെ അസ്തമിക്കുന്നുണ്ട്. അവന് ഒരു വിലയും നൽകാതെ വായു അവനിവിടെ ഉണ്ട്. ഭക്ഷണങ്ങളും വെള്ളങ്ങളും എല്ലാം തന്നെ ഭൂമിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ വെറുതെ അങ്ങ് സൃഷ്ടിക്കുകയല്ല. അതുകൊണ്ടാണ് അൽഹംദു എന്ന് മാത്രം തുടങ്ങുന്ന പിന്നെ സൂറത്തുകളെ കുറിച്ച് നമ്മൾ ഇതിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പൊ ലോകങ്ങളെ സൃഷ്ടിക്കുക, അതിനെ വളരെ ബലിഷ്ഠമായി ഒരു ന്യൂനതയുമില്ലാതെ അള്ളാഹു സംവിധാനിക്കുക എന്നുള്ളത്. ഇവിടെ സമയം വേണം, രാവ് വേണം, പകല് വേണം. ഇതിന്റെ ഉള്ളിൽ അവന് വേണ്ടുന്ന, മനുഷ്യന് വേണ്ടുന്ന സൃഷ്ടികളിൽ ഉത്കൃഷ്ട സൃഷ്ടി എന്നുള്ള നിലക്ക് അവന് ആവശ്യമുള്ള, അവന്റെ ചിന്തക്ക് ആവശ്യമുള്ള, ജീവിതത്തിന് ആവശ്യമുള്ള, നിലനിൽപ്പിന്റെ ആവശ്യമുള്ള എല്ലാം വേണം. അതുകൊണ്ട് തന്നെ അള്ളാഹു ഖാലിഖ് മാത്രമല്ല, അള്ളാഹു മുദബ്ബിറാണ്, അള്ളാഹു നിയന്ത്രിക്കുന്നവനാണ്, അതുപോലെ തന്നെ ഇതിനെ പരിപാലിക്കുന്നവനുമാണ്. അതുകൊണ്ട് അള്ളാഹുവിനാണ് നിരുപാധികമായ ഹംദ്, സ്തുതി അള്ളാഹുവിനാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി അവിടെ അവസാനിക്കുന്നില്ല. ഇനി അവന് വിശ്രമം വേണം, അതിന്റെ ഉള്ളിൽ മറ്റു സംവിധാനങ്ങൾ വേണം. അതുകൊണ്ട് അള്ളാഹു വീണ്ടും പറയുന്നു, അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർള വജഅല അദ്ദുലുമാതി വന്നൂർ. രാവിനെയും പകലിനെയും കൊണ്ടുവന്ന സമയം വേണമല്ലോ. ഇതിന്റെ ഉള്ളിൽ അവന് ക്ലിപ്തമായി കർശനമായ അവന്റെ ജീവിത സമയങ്ങളെ ഉപയോഗിക്കുവാനും
അതിനനുസരിച്ച് അവന്റെ ജീവിതത്തെ ക്രമീകരിക്കുവാനും പറ്റുന്ന രൂപത്തിലുള്ള ഒരു നിർമ്മിതി കൂടി അള്ളാഹു വെക്കുകയാണ്. അതുകൊണ്ടാണ് വീണ്ടും അത്തരത്തിലുള്ള വിഷയങ്ങൾ പറയുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് വീണ്ടും അള്ളാഹു തുടങ്ങുന്നത്. അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർള വജഅല അദ്ദുലുമാതി വന്നൂർ സുമ്മല്ലദീന കഫറൂ ബിറബ്ബിഹിം യഅദിലൂൻ. എന്നിട്ടും റബ്ബിനെ അവർ നിഷേധിക്കുന്നു. പിന്നെ മൂന്നാമതായിട്ട് വീണ്ടും അള്ളാഹു പറയാണ് അൽഹംദുലില്ലാഹില്ലദീ, സൂറത്ത് കഹ്ഫിലേക്ക് വരികയാണ്. സൂറത്ത് കഹ്ഫിലേക്ക് വരുമ്പോ അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജഅൽ ലഹു ഇവജ. ഇനി അവന് രാവും പകലും മാത്രമുണ്ടായാൽ പോരാ, അവന് ജീവിതത്തിന് ചില നിയന്ത്രണങ്ങളും നിയമങ്ങളും അതുപോലെ തന്നെ ദസ്തൂറുമെല്ലാം ആവശ്യമാണ്. അപ്പൊ അള്ളാഹു ആ മനുഷ്യനെയും പ്രപഞ്ചത്തെയും ആ പ്രപഞ്ചത്തിലുള്ള സൂര്യചന്ദ്രഗോളങ്ങളുടെ കർശനമായ അതിന്റെ ഒഴുക്കിനെയും അതിന് ഭ്രമണപഥം നിർണയിച്ച് അതിലൂടെ അള്ളാഹു ചലിപ്പിച്ച് വ്യവസ്ഥാപിതമായി പ്രപഞ്ചത്തെ അള്ളാഹു സംവിധാനിച്ചതിന് ശേഷം മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ നിയമരേഖ കൂടി അള്ളാഹു നൽകുകയാണ്. അതുകൊണ്ട് വീണ്ടും അള്ളാഹു പറയാണ് അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ. അപ്പൊ നിയമരേഖ കൂടി അവൻ അള്ളാഹു നൽകുകയാണ്. അതുകൊണ്ടും അള്ളാഹുവിന് നിരുപാധികമായ സ്തുതികൾ അർപ്പിക്കണമെന്ന് അള്ളാഹു ആവശ്യപ്പെടുകയാണ്. ആ നിയമത്തിന് സൂറത്ത് സബ തുടങ്ങുകയാണ്. സൂറത്ത് സബ എങ്ങനെ തുടങ്ങുന്നത്? അൽഹംദുലില്ലാഹില്ലദീ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി വലഹുൽ ഹംദു ഫിൽ ആഖിറ. അപ്പോ അള്ളാഹു പിന്നീട് ഈ ലോകത്തുള്ളൊരു ജീവിതം മാത്രമല്ല, ഇതിനപ്പുറം കർശനമായ നിയമങ്ങൾക്കുള്ളിൽ മനുഷ്യ ജീവിതത്തെ അള്ളാഹു സംവിധാനിക്കുകയാണ്. അള്ളാഹു സമയം നൽകുകയാണ്. ഇനി സമയം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ലോകമുണ്ട് എന്ന് കൂടി അള്ളാഹു പറഞ്ഞു വെക്കുകയാണ്. അൽഹംദുലില്ലാഹില്ലദീ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി വലഹുൽ ഹംദു ഫിൽ ആഖിറ. അപ്പോ മനുഷ്യ ജീവിതത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന, അവന്റെ സമയങ്ങളെ ചോദ്യം ചെയ്യപ്പെടുന്ന, അവന്റെ കർമ്മങ്ങളെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ലോകം കൂടി മനുഷ്യൻ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നു. അപ്പോ വീണ്ടും അള്ളാഹു ആ ഒരു വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ ഹംദ് കൊണ്ട് വീണ്ടും അള്ളാഹു തുടങ്ങുകയാണ്. ഇനി ഇത് പൂർണ്ണമായി റെക്കോർഡ് ചെയ്യപ്പെടുന്നു. അള്ളാഹു ആക്രമിക്കുന്നതല്ല മനുഷ്യനെ. ഒരു നിലക്കും അള്ളാഹു ആക്രമിക്കുന്നവനല്ല. അത് അവന്റെ തന്നെ കർമ്മപുസ്തകം അവന്റെ കയ്യിൽ നൽകിക്കൊണ്ടായിരിക്കും അള്ളാഹു അവനെ അന്ത്യനാളിൽ വിചാരണയ്ക്ക് വിധേയമാക്കുക. അതുകൊണ്ട് വീണ്ടും അള്ളാഹു തുടങ്ങുകയാണ് അൽഹംദുലില്ലാഹി. സൂറത്ത് ഫാത്തിർ അള്ളാഹു തുടങ്ങുന്നത് വീണ്ടും ഹംദ് കൊണ്ടാണ്. അൽഹംദുലില്ലാഹി ഫാത്തിരിസ് സമാവാതി വൽ അർദ് ജാഇലിൽ മലായികത്തി റുസുലൻ ഉലി അജ്നിഹത്തിൻ. അപ്പൊ മലായികത്തി എന്നുള്ളത് അബ്ദുൽ കരീം സൈദാനെല്ലാം വിശദീകരിക്കുന്നത് പോലെ അത് പ്രകാശം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു സൃഷ്ടികളാണ്. അവരിൽ മനുഷ്യന്റെ കർമ്മങ്ങളെ പൂർണ്ണമായി റെക്കോർഡ് ചെയ്യുന്നവർ അവരിലുണ്ട്. അപ്പോ വെറുതെ മനുഷ്യനെ അങ്ങ് ശിക്ഷിക്കുകയല്ല, അവനെ തന്നെ ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് അവന്റെ കർമ്മങ്ങളെ പൂർണ്ണമായി റെക്കോർഡ് ചെയ്ത് അവന്റെ കൈകളിൽ തന്നെ അവന്റെ കർമ്മപുസ്തകം നൽകിക്കൊണ്ട് അള്ളാഹു ഒരിക്കലും ഒരു നിലക്കും അവന്റെ സൃഷ്ടികളെ ആക്രമിക്കുന്നവനല്ല, അന്യായമായി ഇടപെടുന്നവനല്ല, അനീതി കാണിക്കുന്നവനല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന സംവിധാനം കൂടി അള്ളാഹു ഈ ഭൂമിയിൽ അള്ളാഹു വെച്ചിട്ടുണ്ട്. അതിനും സ്തുതികൾ അള്ളാഹുവിനാണ്. അതുകൊണ്ട് മലായികത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഒമാ തൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈക റഖീബുൻ വഅതീദ്, നിങ്ങൾ ഉച്ചരിക്കുന്ന ഒരു വചനം പോലും നാം വിട്ടേച്ചു പോകുന്നില്ല, എല്ലാം നാം റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ മലായികത്തിനെ നിങ്ങളുടെ കർമ്മങ്ങളെ നോട്ട് ചെയ്യുന്ന, കർമ്മങ്ങളെ റെക്കോർഡ് ചെയ്യുന്ന പ്രത്യേക സൃഷ്ടികളെ സംവിധാനിച്ചു എന്നുള്ളത് പോലും അത് അള്ളാഹുവിന്റെ നീതിബോധത്തെ, അള്ളാഹുവിന്റെ പൂർണ്ണ നീതിയെ പ്രകടിപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് അതിനുകൂടി അള്ളാഹു സ്തുതികൾ അർപ്പിക്കുകയാണ്. ഇങ്ങനെ ഇത്തരത്തിലുള്ള ഗൗരവമുള്ള വിഷയങ്ങളെ കുറിച്ച് പറയുന്നിടത്തെല്ലാം തന്നെ ഹംദ് കൊണ്ട് തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു ഹംദ് കൊണ്ട് തുടങ്ങുകയാണ്. അപ്പോ അള്ളാഹു എന്നിട്ട് പറയാണ് ദാലിക, ഇതെല്ലാം അവർക്ക് ഈ കാരണം കൊണ്ടാണ് അവർക്ക് നാം നരകം പ്രതിഫലമായി നൽകുന്നത്. അത്
നാം അവരെ ശിക്ഷിക്കുന്നതല്ല, നാം അവരെ സ്വയം അന്യായമായി ശിക്ഷിക്കുന്നതല്ല, മറിച്ച് അവർ തന്നെ ചെയ്ത ഒന്നിന്റെ ഫലമായി നാം അവർക്ക് പകരമായി നൽകുന്നതാണ്. അപ്പൊ ഇതുപോലെ ഈ വിഷയം പറയുന്നിടത്തെല്ലാം തന്നെ മനുഷ്യനെ നരകം നൽകുന്ന, അവനെ ശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ആവർത്തിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണമായിട്ട് പിന്നെ പിന്നെ സൂറത്ത് ബഖറയിൽ ളുരിബത്ത് അലൈഹിമു ദില്ലത്തു വൽ മസ്കന, അവർക്ക് മുകളിൽ നാം ദില്ലത്തിനെ നാം നടപ്പാക്കി, അതുപോലെ തന്നെ ദാരിദ്ര്യത്തിന്റെ അടയാളങ്ങളെ നാം അവരിൽ ഉണ്ടാക്കി. അള്ളാഹുവിൽ നിന്നുള്ള കോപം കൊണ്ട് അവര് മടങ്ങി. എന്നിട്ട് പറയാണ് അവര് അള്ളാന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുന്നവരായിരുന്നു. പ്രവാചകന്മാരെ വധിക്കുന്നവരായിരുന്നു. ബിഗൈരി ഹഖിൻ, അന്യായമായി പ്രവാചകന്മാരെ വധിക്കുന്നവരായിരുന്നു. എന്നിട്ട് വീണ്ടും പറയാണ് ബിമാ അസൗ വകാനൂ യഅ്തദൂൻ, അവർ ചെയ്ത അവര് അതിര് വിട്ടുകിടന്ന അക്രമികളായതുകൊണ്ട്, പാപം ചെയ്തവരായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ശിക്ഷ നാം അവർക്ക് മുകളിൽ നടപ്പാക്കിയത്. അപ്പൊ അള്ളാഹു കാരണം പറഞ്ഞു പോവുകയാണ്. അത് അള്ളാഹുവിന്റെ അദിലിന്റെ, നീതിബോധത്തിന്റെ ഭാഗമായി ഭൂമിയിൽ വെച്ചുകൊണ്ട് തന്നെ മനുഷ്യൻ അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ്, ഇത്തരത്തിലുള്ള ശിക്ഷ നിങ്ങൾക്ക് എന്തുകൊണ്ട് നാം നടപ്പാക്കുന്നു. അപ്പൊ മനുഷ്യനെ സ്വർഗത്തിനായിട്ട് തന്നെ അങ്ങ് സൃഷ്ടിച്ചാൽ പോരെന്നാ. അത് ചോദ്യം ഉഷാറല്ലോ ആണ്, അതില് വളരെ മധുരമുണ്ട്. പക്ഷേ ആ ചോദ്യം ചോദിക്കുന്നവൻ തന്നെ അവന്റെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ഒരു പിന്നെ മധുരമുള്ള നടപടികൾ മറ്റുള്ളവർക്ക് മുകളിൽ അവൻ നടത്തുന്നില്ല. അവൻ തന്നെ സ്വയം നാം ഈ പറഞ്ഞതുപോലെ ചില ആളുകളെ പരാജിതരാക്കി മാറ്റുന്ന, ചില ആളുകളെ വിജയശ്രീലാളിതരാക്കി തീർക്കുന്ന നടപടികൾ അയാൾ സ്വയം ജീവിതത്തിൽ തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. അതിനുള്ള മാർഗരേഖകളും രൂപങ്ങളും അയാൾ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോ അള്ളാഹുവിന്റെ ഇത്തരത്തിലുള്ള പ്രകടമായ നടപടിയുടെ ന്യൂനമായ മോഡലാണ് മനുഷ്യന് ഭൂമിയിൽ നിർവഹിക്കുന്നത്, നടപ്പാക്കുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന മനുഷ്യൻ തന്നെ നാളെ അള്ളാഹുവിന്റെ അതിരിനെ ചോദ്യം ചെയ്യും. എല്ലാവർക്കും ഒന്ന് സ്വർഗം നൽകിയാ പോരെ എന്ന് ചോദിക്കുന്നവൻ തന്നെ അവനെ ആക്രമിച്ച, അവനെ പീഡിപ്പിച്ച, അവനെ നിന്ദിക്കുകയും നിരാകരിക്കുകയും അവന്റെ എല്ലാം കവർന്നെടുക്കുകയും അങ്ങനെ അവന്റെ ജീവിതത്തെ ദുസ്സഹമാക്കി തീർത്ത ഒരു മനുഷ്യന് നാളെ അന്ത്യനാളിൽ അള്ളാഹു സ്വർഗം നൽകുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ഇവിടെ അള്ളാഹുവിന്റെ റഹ്മത്തിനെ ചോദ്യം ചെയ്യപ്പെടുന്നതല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. അവൻ കാരുണ്യവാനാണെന്ന് പറയുന്ന അവന്റെ ആ ഗുണത്തെ അത് ചോദ്യം ചെയ്യപ്പെടുന്നില്ലേ എന്ന് പറയുന്നവൻ തന്നെ നാളെ അള്ളാഹുവിന്റെ നീതിബോധത്തെ കുറിച്ച് ചോദ്യം ചെയ്യും. അപ്പൊ മനുഷ്യൻ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പിന്നെ അള്ളാഹുവിന്റെ ആ ഖുദ്റത്തിനെ, അള്ളാഹുവിന്റെ ഇൽമിനെ, അള്ളാഹുവിന്റെ അഫ്ആലിനെ, അള്ളാഹുവിന്റെ പ്രവർത്തികളെ നമ്മുടെ പ്രവർത്തികളിലേക്ക്, നമ്മുടെ ജീവിത ലോകത്തേക്ക് ഇറക്കിക്കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന അപകടവുമുണ്ട് ഇത്തരം ചോദ്യത്തിന്റെ പിറകില്. മനുഷ്യൻ തന്നെ കുട്ടികളെ അവന്റെ ക്ലാസ് റൂമിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും അതിന് വ്യവസ്ഥാപിതമായ രൂപരേഖകൾ ഉണ്ടാക്കുകയും അങ്ങനെ ഒരു 33-40 കുട്ടികൾ ഇരിക്കുന്ന ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ ഒരു വിഷയം എല്ലാവരും കേൾക്കേ പറയുകയും വരാനിരിക്കുന്ന അവന്റെ പരീക്ഷാ ദിവസത്തെക്കുറിച്ച് വളരെ ഗൗരവപൂർവ്വം ആ ടീച്ചർ ഉണർത്തുകയും അവിടെ എല്ലാവരും വിജയിക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച് നിരന്തരം ഉണർത്തിക്കൊടുത്ത് അവർക്ക് ആവശ്യമുള്ള എല്ലാ ഉപദേശ നിർദ്ദേശങ്ങളും നൽകി ഒരു ടീച്ചർ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്, ഒരു അധ്യാപകൻ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അവിടെ അതിൽ നിന്ന് വിജയികളാകുന്ന 10 കുട്ടികളെ ചെവിയിൽ മാത്രമല്ല ആ ടീച്ചർ ആ വിഷയങ്ങൾ ചൊല്ലിക്കൊടുക്കുന്നത്, എല്ലാവരും കേൾക്കേ, എല്ലാവരും ഗൗരവപൂർവ്വം ആ വിഷയത്തെ ഉൾക്കൊള്ളാൻ പര്യാപ്തമായ രൂപത്തിൽ ആ അധ്യാപകൻ ആ വിഷയത്തെക്കുറിച്ച് വളരെ ഗൗരവത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലേ ആ ഉണർത്തുപാട്ടിനെ, പരീക്ഷാ ഹാളിലേക്കുള്ള ആ ഒരു
വിഷയത്തെക്കുറിച്ച് ആ ടീച്ചർ ഗൗരവപൂർവ്വം ഉണർത്തി കൊടുക്കുമ്പോൾ അതിനെ ഗൗരവതരത്തിൽ എടുക്കുന്ന എത്ര കുട്ടികൾ ഉണ്ടാകും? അപ്പൊ അവരോട് അന്യായം ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? അവരോട് അക്രമം കാണിച്ചു എന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഒരാളും പരാജിതരാകുന്ന ഒരാളും എന്നോട് അക്രമം കാണിച്ചു എന്ന് ഇന്നേ വരെ ഭൂമി ലോകത്ത് പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. കാരണം നീതിബോധം എന്ന് പറയുന്ന ഒന്ന്, അവിടെ ആ നീതിയുടെ ആ നടപടി വളരെ നന്നായി ആ ക്ലാസ് റൂമിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭൗതിക ലോകത്ത് അള്ളാഹു തന്റെ ദാസന്മാർക്കിടയിൽ ഈ നീതിബോധത്തെ, അവന്റെ റഹ്മത്തിനെ, അവന്റെ അദിലിനെ എല്ലാം അള്ളാഹു നന്നായി നടപ്പാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ചോദ്യം വളരെ മനോഹരമാണ്, മധുരമുള്ള ചോദ്യമാണ്, കേൾക്കുമ്പോൾ ഇമ്പമുള്ള ചോദ്യമാണ്. പക്ഷേ അത് ആ ചോദിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ആ ചോദ്യത്തിന്റെ ഇമ്പവും മധുരവും ഇല്ല. അയാൾ ഇത്തരത്തിലുള്ളതെല്ലാം തന്നെ നടപ്പാക്കുന്നുണ്ട്. ആ നടപ്പാക്കുമ്പോൾ അയാളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരാൾ പോലും എന്നോട് അന്യായം കാണിച്ചു എന്ന് പറയുന്നില്ല. ഈ രൂപത്തിൽ അള്ളാഹു ഞാൻ ഒരാളോടും അന്യായം കാണിക്കുന്നവനല്ല, എന്റെ സൃഷ്ടികളോട് ഒരു നിലക്കുമുള്ള അന്യായം കാണിച്ചിട്ടില്ല, ഇതെല്ലാം തന്നെ നിങ്ങളുടെ കർമ്മം കൊണ്ട് മാത്രം നിങ്ങൾക്ക് ലഭിച്ചതാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് അള്ളാഹു ചെയ്യുന്നത്. വിശുദ്ധ ഖുർആന് പലയിടങ്ങളിലും ഞാൻ പറഞ്ഞല്ലോ, ഈ അവനെ ശിക്ഷാവിധേയമാക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. ذَلِكَ بِأَنَّهُمْ كَانُوا يَقْتُلُونَ الْأَنْبِيَاءَ അല്ലേ? ذَلِكَ بِأَنَّهُمْ كَانُوا يَكْفُرُونَ بِآيَاتِ اللَّهِ وَيَقْتُلُونَ النَّبِيِّينَ بِغَيْرِ الْحَقِّ. കാരണം ഇതൊക്കെയാണ്, ഇതവർ ചെയ്തിട്ടുണ്ട്. ഇനി സൂറത്ത് പിന്നെ ഇസ്രായിൽ അള്ളാഹു പറയുന്നുണ്ട്, ذَلِكَ جَزَاؤُهُمْ بِأَنَّهُمْ كَفَرُوا بِآيَاتِنَا ذَلِكَ جَزَاؤُهُمْ. ഇതവർക്ക് നാം പകരമായി നൽകിയതാണ്. ബിഅന്നഹും കഫറൂ ബിആയാതിന, അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു. എല്ലായിടങ്ങളിലും ഇത് പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഫഖാലു ഫഖാലു ഇൻ ഫഖാലു ഇദാ കുന്നാ ഇളാമൻ വറുഫാതൻ ഇന്നാ ലമബ്ഊസൂന ഖൽഖൻ ജദീദ. നമ്മൾ മരിച്ച് ശരീരം മണ്ണായി എല്ല് നുരുമ്പിപ്പോയതിനു ശേഷം നമ്മളെ വീണ്ടും പുതിയ സൃഷ്ടിയായി എഴുന്നേൽപ്പിക്കുമെന്നാണോ ഇവർ പറയുന്നത്? അപ്പൊ അത് സംഭവിക്കാത്ത ഒന്നാണ്. അങ്ങനെ ഒരു ലോകമില്ല. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഈ ജീവിതത്തെ ഇവിടെ നമുക്ക് ആസ്വദിക്കാം, നമുക്ക് കൈകാര്യം ചെയ്യാം. ഇവിടെയും നിങ്ങൾ നോക്കൂ, ഇവിടെ മേലെ നമ്മൾ ഈ ആയത്തിന് നേരെ മേലെ ഈ വിഷയം അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. ഉലൈകല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം വലിഖാഇഹി. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു ലോകത്തെയും അവർ നിഷേധിച്ചു. ആ ലോകമുണ്ട് എന്ന് ഈ പ്രപഞ്ചം അവന് നിരന്തരം ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ആ ലോകമുണ്ട് എന്ന് നമ്മുടെ ജീവിതം തന്നെ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ ജീവിതം എങ്ങനെ നമ്മളോട് പറയുന്നത്? അത് വിശുദ്ധ ഖുർആന്റെ അവസാനത്തേക്ക് പോയി കഴിഞ്ഞാല് ജീവിതത്തെ അള്ളാഹു കീറി മുറിച്ച് മനുഷ്യന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. നീ എങ്ങനെ ഈ ഭൂമിയിലേക്ക് നീ വാനലോകത്തിൽ നിന്നും അങ്ങ് പൊട്ടി വീണതല്ല എന്നും, നീ ഒരു ബീജബിന്ദുവായിരുന്നു എന്നും, നിന്റെ ദൃഷ്ടി കൊണ്ട് കാണാൻ കഴിയാത്ത മൈന്യൂട്ടായ ബിന്ദുവിന്റെ ഉള്ളിൽ നിന്റെ കണ്ണും കാതും കേൾവിയും ഹൃദയവും മറ്റു നാഡീവ്യൂഹങ്ങളും അത്ഭുത സംവിധാനങ്ങളും നിറച്ചു വെച്ച് നിന്നെ അള്ളാഹു ഘട്ടം ഘട്ടമായി പരിവർത്തിപ്പിച്ച് ഈ കോലത്തിലേക്ക് നിന്നെ അള്ളാഹു കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്ന് നിനക്ക് ജീവനും ജീവിതവും നൽകി, നിനക്ക് ആവശ്യമുള്ളത് മുഴുവനും ഈ ഭൂമിയിൽ വെച്ചു. ഇനി നിന്റെ സമയം തീർക്കുന്നവൻ അള്ളാഹുവാണ്. അങ്ങനെ നിന്റെ മൂല ആ ഒരു ഘടകമുണ്ടല്ലോ, അതിലേക്ക് വീണ്ടും നിന്നെ മടക്കും. ആ മടക്കുന്ന ദിവസമാണ് മരണം. നിന്റെ ആദ്യ ആ മൂലബിന്ദു അത് ഒരിക്കലും നശിക്കുന്നതല്ല എന്നും, അത് പൂർണ്ണ സുരക്ഷിതമായി മണ്ണിൽ കിടക്കുമെന്നും, അതിൽ നിന്ന് വീണ്ടും നിന്നെ സൃഷ്ടിക്കുമെന്നും അള്ളാഹു അവനെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമ്മളുടെ യഥാർത്ഥ കോലം ഇതല്ല, ഇത് മറ്റൊന്നിൽ നിന്ന് രൂപപ്പെട്ടു വന്നതാണ്. അതിന്റെ ഉള്ളിൽ ഈ കോലത്തെയാണ് അള്ളാഹു നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്, അള്ളാഹു സംവിധാനിച്ചു വെച്ചിരിക്കുന്നത്.
അങ്ങനെ അതിൽ നിന്ന് പടിപടിയായി കണ്ണും കാതും കേൾവിയും കൈകളും കാലുകളും എല്ലാം രൂപപ്പെട്ട് നമ്മൾ രൂപത്തിലേക്ക് മാറിയതാണ്. മരണം എന്നുള്ളത് അതിന്റെ ആദ്യ രൂപത്തിലേക്കുള്ള മടക്കമാണ്. അള്ളാഹു യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു. അള്ളാഹു സൃഷ്ടിപ്പിന് തുടക്കം കുറിക്കുന്നു. ആ തുടക്കം കുറിച്ച ആദ്യ ബിന്ദുവിലേക്ക് രണ്ടാമത് വീണ്ടും അതിനെ മടക്കി കൊണ്ടുപോകുന്നു അള്ളാഹു. ആ സെല്ലിലേക്ക് അള്ളാഹു മടക്കി കൊണ്ടുപോകും. ആ സെല്ലിനെ നശിപ്പിക്കാൻ പറ്റൂല. അപ്പൊ നിന്റെ ഈ ഭൗതിക ലോകത്തുള്ള നിന്റെ ഈ രൂപം തന്നെ നിന്നോട് പറയുന്നുണ്ട്, നിന്നെ ഉണ്ടാക്കിയൊരു സൃഷ്ടാവുണ്ടെങ്കിൽ എന്തിൽ നിന്നാണോ നിന്നെ സംവിധാനിച്ചത് ആ സംവിധാനിച്ച ഒന്നിലേക്ക് നിന്നെ മടക്കി കൊണ്ടുപോകും. അതിന് ധാരാളം തെളിവുകൾ ഈ പറഞ്ഞതുപോലെ അവന്റെ മുമ്പിൽ അള്ളാഹു നിരത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളൊരു മാവിലേക്ക് നോക്കൂ. ആ മാവിൽ പൂത്തു നിൽക്കുന്ന പിന്നെ പിന്നെ എന്താണ് പറയാ പിന്നെ കായ്ച്ചു നിൽക്കുന്ന മാമ്പഴത്തിലേക്ക് നോക്കൂ. ആ മാമ്പഴം അങ്ങ് പഴുത്തു കഴിഞ്ഞാല് അതിന്റെ ഞെട്ടറ്റ് ഭൂമിയിൽ വീണ് അതിന്റെ തൊലി അഴുകി മാംസളമായ ഭാഗങ്ങളിൽ പുഴുക്കളരിച്ച് അവസാനം അതിന്റെ വിത്ത് മാത്രം ആ ഭൂമിയിൽ അവശേഷിക്കും. എല്ലാ പഴങ്ങൾക്കുള്ളിലും ഇതുപോലൊരു വിത്തിനെ കാണാം. ഭൂമിയിൽ അതിനെ നിക്ഷേപിച്ചാൽ അതിന്റെ തൊലി അഴുകി മാംസളമായ ഭാഗങ്ങളെല്ലാം പുഴുക്കളരിച്ച് ഓരോ പഴത്തിന്റെ ഉള്ളിലെ വിത്തും അവിടെ അവശേഷിക്കും. ആ വിത്തിനെ മണ്ണ് തിന്നൂല. അതിന്റെ മേൽപ്പാളി നശിക്കുന്നത് അതിന്റെ ഉള്ളിൽ നിന്നും അതിന്റെ നാമ്പ് പുറത്തു വരുന്ന വേളയിൽ മാത്രമാണ്. ആ നാമ്പ് പുറത്തു വരാത്ത സമയത്തോളം ആ വിത്തിന്റെ മേൽപ്പാളിയെ മണ്ണ് തിന്നുക എന്നുള്ളത് സാധ്യമല്ല. അതവിടെ കാലങ്ങളോളം കിടക്കുന്നു. ഒരു ദിവസം അതിന്റെ മുകളിൽ മഴ വർഷിക്കുകയോ അല്ലെങ്കിൽ വെള്ളം ഉറ്റി വീഴുകയോ ചെയ്തു കഴിഞ്ഞാൽ അതങ്ങ് പെടുന്നനെ എഴുന്നേൽക്കും. ഇതുപോലെയാണ് മനുഷ്യന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പരിശുദ്ധ റസൂല് പഠിപ്പിക്കുന്നുണ്ട്. ഖുർആന് ധാരാളം ഇടങ്ങളിൽ ഇത് പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം തന്നെ വറ്റിവരണ്ട് കിടക്കുന്ന ഭൂമിയിലേക്ക് നോക്കാൻ അള്ളാഹു ആവശ്യപ്പെടുന്നുണ്ട്. അതിലെ വിത്തുകളെ കുറിച്ച് ചിന്തിക്കുവാൻ അള്ളാഹു ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ മഴയങ്ങ് വന്നു കഴിഞ്ഞാൽ ആ വിത്തുകളെല്ലാം മുളച്ചു പൊന്തുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഫകദാലിക തുഖ്റജൂൻ, അപ്രകാരം നിങ്ങളെ എഴുന്നേൽപ്പിക്കുമെന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പോ ഈ പ്രപഞ്ചവും ആ പ്രപഞ്ചത്തിലുള്ള ഓരോന്നും മനുഷ്യൻ തന്നെയും നാളെ യൗമുൽ ഖിയാമയുടെ അടയാളമായി നിൽക്കുന്നുണ്ട്. അതവന് നിരന്തരം അവനെക്കുറിച്ച്, അവന്റെ യഥാർത്ഥ ജീവിതത്തെക്കുറിച്ച് അവന് നിരന്തരം ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇല്ല, ഇത് മുറിയാത്തൊരു ജീവിതമാണ്, ഇതൊരു സ്റ്റോപ്പ് മാത്രമാണ്, ഇതൊരു സ്റ്റേഷൻ മാത്രമാണ്. ഇവിടെ നിന്ന് മറ്റൊരു സ്റ്റേഷനിലേക്ക് നമ്മൾ പെടുന്നനെ മാറ്റപ്പെടും, അല്ലെങ്കിൽ അങ്ങോട്ടൊരു യാത്ര തുടരും. അവിടെ സ്ഥായിയായ ഒരു ജീവിതം നമുക്കുണ്ട്, ഇനി എങ്ങോട്ടും മടക്കമില്ലാത്തൊരു ജീവിതമുണ്ട് എന്ന് ഈ ജീവിതം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെ കളവാക്കിയത് മൂലമാണ്. അപ്പൊ അതിനെ കളവാക്കുമ്പോൾ മനുഷ്യൻ അവന്റെ ഇച്ഛാനുസരണം ജീവിക്കാനുള്ള ത്വര പ്രകടിപ്പിക്കുന്നു. അവിടെ ധർമ്മം അധർമ്മം അല്ലെങ്കിൽ കർമ്മങ്ങളിൽ നിഷ്കളങ്കമായ നിയ്യത്ത്, കരുതല്, ആരാണോ ഈ ജീവൻ നൽകിയത് അവന്റെ തൃപ്തി, അവനോടുള്ള അതിരറ്റ സ്നേഹം, അതോടൊപ്പം തന്നെ അതിൽ നിറഞ്ഞു നിൽക്കുന്ന ഭയം, ഇതൊന്നുമില്ലാതെ കർമ്മങ്ങൾ അവൻ അനുഷ്ഠിക്കും. എന്നാൽ ഭൗതിക ലോകത്ത് നമ്മൾ പറഞ്ഞതുപോലെ ഭൗതിക ലോകത്ത് മനുഷ്യന് ചില കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ കർമ്മത്തിനുള്ള പ്രതിഫലം ഒരിക്കലും അള്ളാഹു നിഷ്ഫലമാക്കില്ല. ഭൗതിക ലോകത്ത് അതിനുള്ള പ്രതിഫലം അവന് നൽകുകയും ചെയ്യും. അള്ളാഹുവിന്റെ നീതിയുടെ വെളിച്ചത്തിൽ അള്ളാഹു ഇവിടെ വെച്ച് അവൻ എന്താണോ ആഗ്രഹിച്ചത് ആ പ്രതിഫലം അള്ളാഹു നൽകും. അതിൽ സംശയമൊന്നുമില്ല. അപ്പോ ശിക്ഷ ലഭിക്കുന്നതിന്റെ കാരണം അവന്റെ തന്നെ ചെയ്തിയാണെന്ന് പലയിടങ്ങളിൽ അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. സൂറത്ത് അതുപോലെ തന്നെ അള്ളാഹു അവന്റെ അടിമകളെ ഒരു നിലക്കും അള്ളാഹു ആക്രമിക്കുന്നവനല്ല. വീണ്ടും പറയുന്നുണ്ട്, ദാലിക ബി അന്നഹും കാനത് തഅതീഹിം റുസുലുഹും ബിൽ ബയ്യിനാത്തി.
എന്തുകൊണ്ടാണ് നാം അവർക്ക് ഈ ശിക്ഷ നടപ്പാക്കുന്നത്? സൂറത്ത് ഗാഫിറിൽ ബിഅന്നഹും കാനത്ത് തഅതീഹിം റുസുലുഹും ബിൽ ബയ്യിനാത്തി, അവർക്ക് അവരുടെ ദൈവദൂതന്മാർ വ്യക്തമായ തെളിവുകളുമായിട്ട് അവരെ സമീപിച്ചിരുന്നു. ഫകഫറു, അതിനവർ നിഷേധിച്ചു. ഫഅഖദഹുമുല്ലാഹ്, അതുകൊണ്ടാണ് അള്ളാഹു അവരെ പിടികൂടിയത്. ഇന്നഹു ഖവിയ്യുൻ ഷദീദുൽ ഇഖാബ്, അള്ളാഹു അതിശക്തിമാനാണ്, അള്ളാഹു അക്രമികളെ പാപികളെ അള്ളാഹു ശിക്ഷിക്കുന്നവനുമാണ്. ഇനി സൂറത്ത് ഫുസ്സിലത്ത് ഇത് വീണ്ടും പറയുന്നുണ്ട്. ദാലിക ജസാഉ അഅദാഇല്ലാഹിൻ നാർ ലഹും ഫീഹാ ദാറുൽ ഖുൽദി ജസാഅൻ ബിമാ കാനൂ ബിആയാതിനാ യജ്ഹദൂൻ, അവർക്ക് എന്തുകൊണ്ടാണ് ആ ശാശ്വതമായ നരകം നാം പകരം നൽകിയത്? അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് തള്ളിക്കളഞ്ഞതിന്റെ കാരണമായിട്ടാണ്. ഇങ്ങനെ ധാരാളം സ്ഥലങ്ങളില് എന്തുകൊണ്ട് എന്നുള്ളതിന് അള്ളാഹു ഉത്തരം പറഞ്ഞു പോകുന്നുണ്ട്. ദാലിക ജസൈനാഹും ബിമാ കഫറു വഹൽ നുജാസി ഇല്ലൽ കഫൂർ എന്ന് അള്ളാഹു മറ്റൊരിടത്ത് പറയുന്നുണ്ട്. ഇങ്ങനെ അള്ളാഹു നിരന്തരം ഇത്തരം വിഷയങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ നീതിബോധത്തെ ഒരേ സമയം ഭൗതിക ലോകത്ത് വെച്ച് തന്നെ മനുഷ്യനെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അത് കേൾക്കാൻ മനസ്സില്ലാത്തവർ ചോദിക്കുന്നു, എന്തിനല്ലാഹു ശിക്ഷിക്കുന്നു എന്ന് ചോദിക്കുന്നു. ഇതാണ് അവിടുത്തെ പ്രശ്നം. ആ ചോദിക്കുന്നവൻ നാം ഈ പറഞ്ഞതുപോലെ അവന്റെ ജീവിത പരിസരങ്ങളിൽ ഇത്തരത്തിലുള്ള നടപടികൾ സ്വയം അവൻ സ്വീകരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഏതായാലും അള്ളാഹു ഇവിടെ ദാലിക ജസാഉഹും ജഹന്നമു എന്ന് പറയുമ്പോഴേ നാം അവരെ വെറുതെ ശിക്ഷിക്കുന്നതല്ല, എന്നാൽ അവർ നിഷേധികളായതുകൊണ്ടും അതുപോലെ തന്നെ അവര് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിന്ദിച്ച് നമ്മുടെ പ്രവാചകന്മാരെ നിരാകരിച്ച് ജീവിച്ചതിന് കാരണമായിട്ടാണ് എന്ന് അള്ളാഹു പറയാണ്. അപ്പോ അമല് പാഴായി പോകുന്നതും അള്ളാഹു അവഗണനയ്ക്ക് വിധേയമാക്കുന്നതും മനുഷ്യന്റെ തന്നെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിക്കൊണ്ടാണ്, അവൻ തന്നെ സ്വയം അത് തിരഞ്ഞെടുത്തത് കൊണ്ടാണ് എന്ന് അള്ളാഹു ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. ഇനി ദൃഷ്ടാന്തം എന്നുള്ളത് വത്തഖ്ദു ആയാത്തി, ഇതിനെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആയത്ത് എന്നുള്ളത് 3 തരത്തിൽ ഖുർആന് വിശദീകരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ആയത്ത് എന്നുള്ളത്? ഒന്ന്, ആയത്ത് പ്രപഞ്ചമാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള അള്ളാഹുവിന്റെ ഉലൂഹിയത്തും റുബൂബിയത്തും ബോധ്യപ്പെടാൻ ഈ പ്രപഞ്ചത്തെയാണ് അള്ളാഹു ഒന്നാമത്തെ അടയാളമാക്കി വെച്ചിട്ടുള്ളത്. മറ്റൊന്ന് അള്ളാഹുവിന്റെ വചനങ്ങളാണ്. അതുകൊണ്ട് ഇമാം ഷഅറാബി പറയും, ഈ പ്രപഞ്ചം നിങ്ങൾക്ക് പടച്ച തമ്പുരാന്റെ അള്ളാഹുവിന്റെ പ്രപഞ്ചനാഥന്റെ വചനങ്ങളെ ബോധ്യപ്പെടുത്തി തരും, വചനങ്ങളോ പ്രപഞ്ചത്തെയും ബോധ്യപ്പെടുത്തി തരുന്നു. ഇത് പൂരകമാണ്. നമുക്ക് ചിന്തിക്കാനൊന്നും സമയമല്ല. നമ്മുടെ വയറിന് വേണ്ടി നിരന്തരം ഓടുന്നവരാണ് നമ്മള്. നമ്മുടെ പട്ടിണിയാണ് നമ്മുടെ പ്രശ്നം, ദാരിദ്ര്യമാണ് നമ്മുടെ വിഷയം, നമ്മുടെ ഭൗതിക ലോക ജീവിത സുഖങ്ങളും സൗഭാഗ്യങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിന്റെ മാനദണ്ഡം നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതിനു വേണ്ടി ഓടുന്നതിന്റെ ഇടയിൽ ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മഹാദൃഷ്ടാന്തങ്ങളെ കുറിച്ച്, അത് ബോധ്യപ്പെടുത്തുന്ന ചില സത്യങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനൊന്നും സമയമല്ല. അപ്പൊ അവിടെ പ്രവാചകന്മാർ കാരുണ്യമായി വരികയാണ്. അങ്ങനെ അവര് അള്ളാഹുവിൽ നിന്നുള്ള വചനങ്ങൾ കേൾപ്പിക്കുക. ആ കേൾപ്പിച്ചിട്ട് നമ്മളെ ഒന്ന് തട്ടി ഉണർത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ പ്രപഞ്ചമാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് നാം എന്ന് പറയുന്ന ഈ ശരീരം തന്നെയാണ്. ഇതിലേക്ക് നോക്കിയാൽ മതി, ഇതിനെക്കുറിച്ചൊന്ന് ഇരുന്ന് ചിന്തിച്ചാൽ മതി. അസുഖം വരുന്നതിന് മുമ്പ്, വല്ല അപകടവും സംഭവിക്കുന്നതിന് മുമ്പ് നമ്മിലേക്കൊന്ന് നോക്കിയാൽ മതി. നമുക്ക് തിരിയും ആരാണ് സൃഷ്ടാവി എന്ന് തിരിയും. സൃഷ്ടാവിന്റെ മഹത്വം എന്താണെന്ന് ബോധ്യപ്പെടും. ഇതിന്റെ തുടക്കവും ഇതിന്റെ ഒടുക്കവും ശേഷമുള്ള ഇതിന്റെ ഉയിർക്കൊള്ളലുമെല്ലാം അപ്പൊ നമുക്ക് ബോധ്യപ്പെടും. ഇപ്പോൾ കണ്ണുണ്ട്, കണ്ണിന്റെ മഹത്വം അറിയില്ല. എന്നാല് കണ്ണിന് വല്ല അപകടവും വന്നാല് ആ സമയം ആ കണ്ണിന്റെ മുകളിൽ കൈവച്ചുകൊണ്ട് ദൈവമേ എന്ന് മനുഷ്യൻ വിളിക്കും. നമ്മുടെ ഉള്ളിൽ മിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹാർട്ട് ഉണ്ട്, ഹൃദയമുണ്ട്.
അതിന്റെ മൂല്യമൊന്നും മനുഷ്യൻ അറിയില്ല, അതിന്റെ വിലയൊന്നും മനുഷ്യൻ അറിയില്ല. എന്നാൽ അതിന് വല്ല തടസ്സവും നേരിട്ട് വേദന ഒന്നിങ്ങ് വന്നാൽ മതി, ചെറിയൊരു പെയിൻ ഇങ്ങ് വന്നാൽ മതി, അവിടെ കൈവച്ചുകൊണ്ട് ഈശ്വരാന്ന് മനുഷ്യൻ വിളിക്കും, ദൈവമേ എന്ന് വിളിക്കും, അള്ളാഹുവേ എന്ന് വിളിക്കും. അപ്പൊ മനുഷ്യൻ അതിന് മൂല്യം അറിയും. അങ്ങനെ നമ്മുടെ ശരീര ഭാഗങ്ങളിൽ എവിടെയെങ്കിലും വല്ല അപകടവും വന്നു കഴിഞ്ഞാൽ അപ്പോൾ മാത്രം ദൈവത്തിന്റെ മഹത്വം തിരിയുന്നവനാണ് മനുഷ്യനെ, ബോധ്യപ്പെടുന്നവനാണ് മനുഷ്യനെ. അതിന്റെ മുമ്പേ ബോധ്യപ്പെട്ടുകൊണ്ട് അവന്റെ ജീവിതത്തെയും അവന്റെ മടക്കത്തെയും അവന്റെ ഉയിർക്കൊള്ളലിനെയും നന്നായി തിരിച്ചറിയാൻ ഈ ശരീരം തന്നെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ പറഞ്ഞതുപോലെ ഇതിനെ നമ്മൾ നിരന്തരം ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മെഷീനെ എങ്ങനെ ഉപയോഗിക്കുന്നുവോ അതുപോലെ ഇതിനെങ്ങനെ ഉപയോഗിക്കുകയാണ്. അവസാനം നമുക്ക് നമ്മെ തന്നെ തിരിയാതെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് വിട ചൊല്ലിപ്പോകും. നമുക്ക് നമ്മുടെ ഓരോ അവയവങ്ങളും അത് സംവിധാനിച്ച സംവിധായകന്റെ മഹത്വത്തെക്കുറിച്ച് നമ്മളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അത് ബോധ്യപ്പെടാതെ അതിനെ നിരന്തരം ഉപയോഗിച്ച് ഒരു ദിവസം നാം ഇതിന്റെ ഉള്ളിൽ നിന്ന് അങ്ങ് പോയി നാം നമ്മുടെ ജീവിതത്തിന്റെ ആ യഥാർത്ഥ ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് നമ്മൾ എന്റെ നഷ്ടമേ എന്ന് നമ്മൾ ആ സമയം വിലപിക്കുക. അള്ളാഹു ഇത് പലയിടങ്ങളിലായിട്ട് ആ വിലാപത്തെ കുറിച്ച് പോലും അള്ളാഹു പറഞ്ഞു പോകുന്നുണ്ട്. യാ ലൈതനീ, എന്റെ നഷ്ടമേ എന്ന് മനുഷ്യൻ പറയും. അന്ന് ഞാന് ഒരു മടക്കമുണ്ടായിരുന്നെങ്കിൽ എന്ന് പറയും. ഞാനൊന്ന് ഭൂമിയിലേക്ക് തിരിച്ചുപോയി ഒരു ചെറിയ നിമിഷം നൽകിയാൽ മതി, ഞാൻ തിരിച്ചുപോയി നല്ല സുഹൃതങ്ങൾ അനുഷ്ഠിച്ചു കൊള്ളാമെന്ന് ജീവിതത്തിന്റെ പൊരുളറിയുന്ന ദിവസം മനുഷ്യൻ പറയുമെന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പോ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ എന്ന് പറയുന്നത് അത് പൊതുവെ രണ്ടാണ്. ഇമാം ഷഅറാവി പറയുന്നത് അത് പ്രപഞ്ചമാണ്, മർഇയായ കാണുന്ന ഒന്നാണ്, മറ്റൊന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒന്നാണ്, അത് ആയത്തുകളാണ്. അതിന്റെ ഇടയിൽ നമുക്ക് ഉണർത്തുപാട്ടായിട്ട് പ്രവാചകന്മാരെയും പ്രവാചകന്മാരുടെ പ്രവാചകത്വത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ചില ഇടപെടലുകളെയും അള്ളാഹു ആയത്തായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. അത് പടച്ച തമ്പുരാന്റെ കാരുണ്യത്തിന്റെ മൂർത്തമായ ഒരു അടയാളം കൂടിയാണ്. നമുക്ക് തന്നെ അവർ പ്രവാചകന്മാരാണെന്ന് ബോധ്യപ്പെടുത്തി നമ്മുടെ ജീവിതത്തെ സേഫാക്കാനുള്ള ഒരു ഇടപെടൽ അള്ളാഹു നടത്തുക, അതും ദൃഷ്ടാന്തത്തിന്റെ ഭാഗമാണ്. അപ്പോ ഇത്തരം ദൃഷ്ടാന്തങ്ങൾ മുഴുവനും കളവാക്കുന്നു. വറുസുലി, പ്രവാചകന്മാരെയും നിരാകരിക്കുകയാണ്. പ്രവാചകന്മാരെ നിരാകരിക്കുന്ന ഭാഗങ്ങളെ ഖുർആന് പറയുമ്പോൾ അതിന്റെ നിഷേധികളായ ആളുകളുടെ ജൽപ്പനങ്ങളെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ ധാരാളമായിട്ട് ഖുർആനിൽ കാണാൻ പറ്റും. ആയത്തുകളെ കുറിച്ച് പറയുമ്പോൾ അതിനെ കെട്ടിച്ചമച്ച ഒന്നായിട്ട് അള്ളാഹു ആളുകൾ പറയും, അല്ലേ? ആയത്തിൻ, നമ്മൾ ആയത്തുകളെ കുറിച്ച് പറഞ്ഞല്ലോ. പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ആയത്തുകളെ എങ്ങനെയാണ് മനുഷ്യൻ നിഷേധിക്കുന്നത് എന്നുള്ള ഒരു സംഗതി അള്ളാഹു എങ്ങനെയാണ് പറഞ്ഞു പോകുന്നത് എന്ന് നോക്കട്ടോ. അവര് ആയത്തുകളെ കേൾക്കുമ്പോൾ മനുഷ്യർ ഉപയോഗിക്കുന്ന ഒരു വർത്താനുണ്ട്, അസാത്തീറുൽ അവ്വലി, ഇതെല്ലാം കെട്ടുകഥകളാണ് എന്നുള്ള ഒരു വർത്തമാനം. അപ്പൊ ഇവിടെ സൂറത്തുൽ അൻആമിൽ ഒരു ആയത്താണ്. ആയത്തിൻ, എല്ലാ ആയത്തുകളെയും ദൃഷ്ടാന്തങ്ങളെയും അവർ കാണുമ്പോൾ ലാ യുഅ്മിനു ബിഹാ, അതിൽ അവർ വിശ്വസിക്കൂല. ഹത്താ ഇദാ ജാഊക യുജാദിലൂനക, അങ്ങയുടെ അടുക്കലേക്ക് അവർ വന്ന് അങ്ങയോട് അവർ തർക്കിക്കും. എന്നിട്ട് യഖൂലുല്ലദീന കഫറു, നിഷേധികൾ പറയും, ഇൻ ഹാദാ ഇല്ലാ അസാത്തീറുൽ അവ്വലീൻ, ഇത് കെട്ടുകഥകൾ മാത്രമാണ്, ഇത് പുരാണങ്ങൾ മാത്രമാണ് എന്നവർ പറയുമെന്നാണ്. വൈദാ തുത്ല അലൈഹിം ആയാത്തുന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്താല് ഖാലു ഖദ് സമിഅന, അത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ലൗ നശാഉ ലഖുൽനാ മിസ്ല ഹാദാ, ഞങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇതുപോലത്തെ ഞങ്ങൾക്ക് പറയാൻ പറ്റും, ഇൻ ഹാദാ ഇല്ലാ അസാത്തീറുൽ അവ്വലീൻ, ഇത് കെട്ടിച്ചമച്ച കെട്ടുകഥകൾ മാത്രമാണെന്ന് അവർ പറയും. അപ്പൊ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചുള്ള മനുഷ്യന്റെ ഒരു പൊതു അഭിപ്രായത്തെ കുറിച്ച് അള്ളാഹു പറയാണ്. ഇന്ന് പുതിയ ലോകത്തും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കെട്ടുകഥകളാണ്, ഇതിൽ നന്മയായിട്ട് ഒന്നുമേ ഇല്ല, മനുഷ്യന്റെ ജീവിതത്തിന് നന്മ പകരുന്ന ഒരു അംശം പോലും ഇതിന്റെ ഉള്ളിലില്ല എന്നാണ് പുതിയ വാദക്കാരുടെ ജൽപ്പനങ്ങൾ. അതൊക്കെയാണ്, ഒന്നുമില്ല, ഇതെല്ലാം കെട്ടുകഥകളാണ്. വൈദാ ഖീല ലഹും മാദാ അൻസല റബ്ബുക്കും,
നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ സൃഷ്ടാവ് നിങ്ങൾക്ക് എന്താണ് ഇറക്കി തന്നത് എന്ന് ചോദിച്ചാൽ ഖാലു അസാത്തീറുൽ അവ്വലീൻ, കെട്ടുകഥകൾ ഇറക്കി തന്നു എന്ന് പറയുന്ന, ഇന്ന് ഇത് പറഞ്ഞ് പുച്ഛിക്കുന്ന ആളുകളെ കാണുന്നില്ലേ? അള്ളാഹു അവരുടെ വാക്കുകൾ എടുത്തുദ്ധരിക്കുകയാണ്. ഒന്ന് എത്തി നോക്കിയാൽ മതി ഇതിലേക്കല്ലോ. അവരെ തന്നെ വായിച്ചെടുക്കാൻ അവർക്ക് കഴിയും. അവരുടെ ജൽപ്പനങ്ങളെ അള്ളാഹു തന്നെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് കാണാൻ പറ്റും. പക്ഷേ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അവരുടെ കാതുകൾക്ക് അള്ളാഹു സീല് വെച്ചിട്ടുണ്ട്. അവരുടെ ബോധങ്ങളെ അള്ളാഹു മൂടുപടം ഇട്ടിട്ട് മൂടിയിട്ടുണ്ട്. അപ്പൊ അത്തരം ആളുകൾക്ക് അതെല്ലാം സ്വയം അവരുടെ ചെയ്തികളെ കൊണ്ട് സംഭവിച്ചു പോയിട്ടുണ്ട്. അപ്പൊ അവർക്കത് കാണാൻ പറ്റൂല. സൂറത്ത് മുഅ്മിനൂനിൽ അള്ളാഹു പറയുന്നില്ല, ഞങ്ങളും ഞങ്ങളുടെ പിതാമഹന്മാരും ഇത്തരം കുറെ ഉപദേശങ്ങൾ കേട്ടിട്ടുണ്ട്. മീൻ ഖബലു, ഇതിന് മുമ്പ് അല്ലെ, കുറെ വാഗ്ദാനങ്ങൾ ഇതിനു മുമ്പ് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇൻഹാദ ഇല്ലാ അസാത്തീറുൽ അവ്വലീൻ, വെറും കെട്ടുകഥകൾ മാത്രമാണ് ഇതൊക്കെയും. ഇനി പ്രവാചകന്മാരെ എങ്ങനെ നിഷേധിക്കുന്നത് നോക്കിക്കാണി. വയഖൂലൂന, അവർ പറയുന്നു, ഇന്നാല താരിഖു ആലിഹത്തിന, നീ പറയുന്ന ഒന്നിന് കാരണമായി, നീ ഉപദേശിക്കുന്നതിന്റെ ഫലമായി ഞങ്ങൾ ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ വെടിയണമെന്നാണോ നീ പറയുന്നത്? പിന്നെ ലിഷാഇരിൻ മജ്നൂൻ, ഒരു ഭ്രാന്തനായ ഒരു ഷാഇറിന്റെ, ഒരു കവിയുടെ ജൽപ്പനത്തിന്റെ പിറകിലായി ഞങ്ങളുടെ ഈ പിന്നെ പ്രതിമകളെ, ആരാധ്യ വസ്തുക്കളെ മുഴുവനും കൈയൊഴിയണമെന്നാണോ നീ പറയുന്നത്? അപ്പോ മജ്നൂൻ എന്ന വാക്ക് റസൂലുള്ളാഹിക്കെതിരെ ഉപയോഗിച്ചിട്ടുണ്ട്. മജ്നൂൻ, പ്രവാചകന്മാരെ നിഷേധിക്കുക, അവരെ നിന്ദിക്കുക, നിരാകരിക്കുക. എന്തൊരു വ്യക്തതയാണ് ഈ വചനങ്ങൾക്കെല്ലാം ഉള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കൂ. പുതിയ ലോകത്ത് നമ്മൾ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി സുമ്മ തവല്ലൗ അൻഹു വഖാലു മുഅല്ലമുൻ മജ്നൂൻ, പഠിപ്പിച്ച് വിട്ട ഒരു ഏതോ ഒരാള് പഠിപ്പിച്ചു വിട്ട ഒരു ഭ്രാന്തനാണ് ഇയാളെന്ന് പറയുന്നതാണ്. എവിടുന്നൊക്കെയോ എന്തൊക്കെയോ പഠിച്ചെടുത്ത് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭ്രാന്തനാണ് എന്ന് പറയും. ഇതിനെല്ലാം അള്ളാഹു മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ. വഖാലു, അവർ പറഞ്ഞു, യാ അയ്യുഹല്ലദീ നുസ്സില അലൈഹി ദിക്റു, ഈ ബോധനം അവതരിപ്പിക്കപ്പെട്ട മനുഷ്യ, ഇന്നക ലമജ്നൂൻ, നിശ്ചയം നീ ഭ്രാന്തൻ തന്നെയാണെന്ന് പറയുന്നു. അപ്പൊ പ്രവാചകന്മാരെ നിരാകരിക്കുക, നിഷേധിക്കുക. അപ്പോ നിങ്ങൾക്ക് ഈ ലഭിച്ച ശിക്ഷകളെല്ലാം തന്നെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചതിന്റെ കാരണമായി, നമ്മുടെ ദൈവദൂതന്മാരെ നിരാകരിക്കുകയും നിന്ദിക്കുകയും ചെയ്തതിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിച്ചതാണ്. ഈ ദൃഷ്ടാന്തങ്ങളും പ്രവാചകന്മാരും നിങ്ങൾക്ക് കാരുണ്യമായിരുന്നു. നിങ്ങളോടുള്ള എന്റെ കാരുണ്യത്തെ ഇതിലൂടെ നാം പ്രകടിപ്പിക്കുകയും അതിനെ നിങ്ങൾക്ക് മുകളിൽ നാം ചൊരിയുകയും ചെയ്തു. എന്നാൽ അതിനോടെല്ലാം നിങ്ങൾ മുഖം തിരിഞ്ഞു നിൽക്കുകയും നിങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾ നിർമ്മിക്കുന്ന ഏതൊന്നിനും ഒരു സംവിധായകൻ ഉണ്ടാവേണ്ടതുണ്ട് എന്ന ഒരു ലോജിക്കിൽ നിങ്ങൾ ഒരു വിഷയത്തെ സമീപിക്കുമ്പോഴും നിങ്ങളുടെ കഴിവുകൾക്കപ്പുറം ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അതിബലിഷ്ഠമായ സംവിധാനങ്ങളെ നോക്കിക്കൊണ്ട് നിങ്ങൾ പുച്ഛഭാവേനെ നിങ്ങൾ തിരിഞ്ഞു നടക്കുന്നു. സൂറത്ത് യൂസുഫിൽ അല്ലാഹു പറയുന്നുണ്ട്, എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾക്കിടയിലൂടെയാണ് അവർ നടന്നു പോകുന്നത്. അധിക ആളുകളും വമാ യുഅ്മിനു അക്സറുഹും ഇല്ലാ വഹും മുശ്രികൂൻ, അവര് അള്ളാഹുവിന് സമന്മാരെ ചേർത്തുകൊണ്ടല്ലാതെ അള്ളാഹുവിൽ അവർ വിശ്വസിക്കുകയും ചെയ്യുന്നില്ല. അത് നമ്മൾക്ക് ബാധകമാണ് കേട്ടോ. പടച്ചോന് നമുക്ക് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു മതവാദിയല്ല, വർഗവാദിയല്ല. നമ്മളിതെല്ലാം പറയുമ്പോൾ അള്ളാഹുവും സംസാരിക്കുന്നത് ഏതെങ്കിലും നമ്മൾ നിർമ്മിച്ച മതവാദത്തിന്റെയോ വർഗവാദത്തിന്റെയോ ചരട് പിടിച്ചുകൊണ്ടല്ല ഇത്തരത്തിലുള്ള സംസാരങ്ങൾ നടക്കുന്നതും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നതും. മനുഷ്യൻ എന്ന അള്ളാഹു ആദരിച്ച, അള്ളാഹു ബഹുമാനിച്ച, ഇതര ജീവജാലങ്ങളിൽ നിന്നും ഉത്കൃഷ്ട പദവി നൽകിയ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സൃഷ്ടിയെ മുമ്പിൽ വെച്ചുകൊണ്ട് അവനോടുള്ള അള്ളാഹുവിന്റെ സംവാദമാണ്. അള്ളാഹു മനുഷ്യർക്കിടയിൽ ഒരു വേർതിരിവും കൽപ്പിക്കൂല. അവരിൽ രണ്ട് വിഭാഗം ഉണ്ടാവും, പടച്ചോന് കീഴ്പ്പെട്ടോരും കീഴ്പ്പെടാത്തവരും.
പ്രവാചകന്മാരെ ജീവിതത്തിൽ മാതൃകയായി സ്വീകരിക്കുന്നവരും സ്വീകരിക്കാത്തവരും, അതല്ലെങ്കിൽ ചില ആളുകളെ അംഗീകരിക്കുകയും ചില ആളുകളെ സ്വാർത്ഥതയുടെ ഫലമായി നിരാകരിക്കുകയും ചെയ്യുന്നവര്. അങ്ങനെ രണ്ട് വിഭാഗമായി മനുഷ്യരിൽ വേർതിരിഞ്ഞു നിൽക്കുന്ന രണ്ട് ഗ്രൂപ്പ് ഉണ്ടാവും. ദൈവത്തിന് കീഴ്പ്പെട്ടവർ, കീഴ്പ്പെടാത്തവർ. കീഴ്പ്പെട്ടവർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അത് താടി വെച്ച് തൊപ്പി വെച്ച് നീളം കുപ്പായം ധരിച്ച് അറബി പേരിട്ടവരാണെന്ന്. അല്ലല്ല, അതിലെല്ലാ പേരുള്ളവരുണ്ടാവും, എല്ലാ പേരുള്ളവരുണ്ടാവും. അപ്പുറത്ത് അത് വേറെ ഏതോ പേര് പേറുന്ന ആളുകളാണ് എന്നുള്ള തെറ്റായ ധാരണ ഉണ്ട്. മതവാദത്തിന് നമ്മൾ ജീവിക്കുന്ന ഭൂമികക്കനുസരിച്ച് നമ്മൾ രൂപപ്പെടുത്തിയെടുത്ത ഒരു വർഗവാദത്തിന്റെ മതവാദത്തിന്റെ കണ്ണുകൊണ്ട് നോക്കിക്കാണുന്ന ഒരു കാഴ്ചയുണ്ട്. പടച്ചോനക്ക് അങ്ങനത്തെ കാഴ്ച ഒന്നുമില്ല. അവിടെ ആ കൂട്ടത്തിലും എല്ലാവരും ഉണ്ടാവും, എല്ലാ പേരുള്ളവരുണ്ടാവും. അതില് ജബ്ബാർ ഉണ്ടാവും, അതുപോലെ തന്നെ അബ്ദുള്ള ഉണ്ടാവും, ജോർജ് ഉണ്ടാവും, രാമൻ ഉണ്ടാവും, എല്ലുണ്ടാവും. ഇപ്പുറത്തും ആ പേരെല്ലാം ഉള്ളവരുണ്ടാവും. മനുഷ്യനെ ഇങ്ങനെ നാമങ്ങളുടെയും അതുപോലെ തന്നെ രൂപങ്ങളുടെയും പേരിലൊന്നും അങ്ങനെ നമ്മൾ വിഭജിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. പരിശുദ്ധ റസൂല് നന്നായി ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ ജിസാമിക്കും വലാ ഇലാ സുവരിക്കും വലാകി യൻദുറു ഇലാ ഖുലൂബിക്കും വഅമാലിക്കും. കർമ്മമാണ് അടിസ്ഥാനം എന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ ഭൂമികയിലേക്ക് നോക്കിയാലും അത് നമുക്ക് തിരിയുന്നുണ്ട്. എല്ലാവരും ആ അറബി പേരുള്ളവരാണ്, എല്ലാവരും ഒരേ വേഷവിധാനം ധരിച്ചവരാണ്, എല്ലാവരും ഒരു ഭാഷ സംസാരിക്കുന്നവരാണ്. പ്രവാചകന്റെ കൂടെയുള്ള അബ്ദുള്ള, അതോടൊപ്പം തന്നെ പ്രവാചകന്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന അബ്ദുള്ള, പ്രവാചകനെ സംരക്ഷിക്കുന്ന അബ്ദുള്ള, പ്രവാചകനെ വധിക്കാൻ വേണ്ടി വരുന്ന അബ്ദുള്ള, ഉമർ, അതുപോലെ തന്നെ ഉസ്മാന് എല്ലുണ്ട്. അപ്പൊ പേരല്ല അടിസ്ഥാനമെന്ന് റസൂലുള്ള പോലും അവിടെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്നാൽ കർമ്മം കൊണ്ട് നിങ്ങൾ ദൈവത്തിന് കീഴ്പ്പെട്ടവനാണോ എന്ന് നിങ്ങളെ തന്നെ നിങ്ങളുടെ കർമ്മം ബോധ്യപ്പെടുത്തും, സമൂഹത്തെ അത് ബോധ്യപ്പെടുത്തും. അപ്പൊ നമ്മൾ ചിലതെല്ലാം നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിന്റെ ഇടയിൽ. അപ്പോ അള്ളാഹു ഇതെല്ലാം സംസാരിക്കുന്നത് ഏതോ ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ടാണ് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ കൂടി അതിൽ വായിച്ചെടുക്കേണ്ടതുണ്ട്. എന്റെ ജീവിത സഞ്ചാര പാത അത് എവിടെയാണ്, ഞാൻ ആരെയാണ് പിൻപറ്റുന്നത്, എന്റെ റബ്ബിനെ, എന്റെ നാഥനെ ഏത് രൂപത്തിലാണ് ഞാൻ ഉൾക്കൊണ്ടിട്ടുള്ളത്, ഈ പ്രപഞ്ചത്തിലേക്ക് ഞാൻ ഏത് കാഴ്ച കൊണ്ടാണ് നോക്കുന്നത്, ഞാൻ എങ്ങനെയാണ് അതിനെക്കുറിച്ച് വിലയിരുത്തുന്നത്, അതിലൂടെ ഞാൻ എന്റെ സൃഷ്ടാവിന്റെ മഹത്വത്തെ, അവന്റെ അളമത്തിനെ, അവന്റെ കുതിറത്തിനെ, അവന്റെ ഇൽമിന്റെ മഹത്വത്തെ എല്ലാം തന്നെ എനിക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയുന്നുണ്ടോ, അതിലൂടെ എന്റെ നാഥന്റെ മഹത്വത്തെ വാഴ്ത്തുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? അതുകൊണ്ട് പിന്നെ ഈ പിന്നെ അഗാധമായിട്ട് അള്ളാഹുവിന്റെ അളമത്തിനെ ബോധ്യപ്പെടുന്ന പണ്ഡിതന്മാർ പറയും, നിങ്ങൾ പൂക്കളിലേക്ക് നോക്കൂ, ഒരു പൂവിലേക്ക് നോക്കൂ, നിങ്ങൾ ആ പൂവിന്റെ നിറത്തിലേക്ക് നോക്കിയിട്ട് സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ പറ്റുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടോ? ആ നിറം ആര് ചാർത്തി കൊടുത്തതാണ്? നിങ്ങൾക്കറിയാത്ത, നിങ്ങൾക്കൊരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള നിറങ്ങളും വർണ്ണങ്ങളും വൈവിധ്യങ്ങളും ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു നിറച്ചു വെച്ചിരിക്കുന്നു. അപ്പോ പടച്ച തമ്പുരാന്റെ അളമത്തിനെ കാണാൻ പറ്റണം. എന്നാൽ എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾക്കിടയിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. നമ്മൾക്ക് അതൊന്നും അറിയുവാനോ ഉൾക്കൊള്ളുവാനോ അള്ളാഹുവിന്റെ ആ പ്രപഞ്ചനാഥന്റെ സർവശക്തനായ ജഗദീശ്വരന്റെ ദൃഷ്ടാന്തങ്ങൾ ഉൾക്കൊള്ളുവാനോ കഴിയാത്ത രൂപത്തിൽ നമ്മൾ നടന്നു പോകുന്നു. അപ്പൊ പടച്ചോനെ നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചർച്ച നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് സൂറത്ത് കഹ്ഫ് അവസാനിക്കാൻ പോവുകയാണ്. ഇനി 2 കുൽ എന്ന അംറിന്റെ കൽപ്പന കൊണ്ട് തുടങ്ങുന്ന ആയത്തുകൾ കൂടിയുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അത് പറഞ്ഞ് അവസാനിപ്പിച്ച് സൂറത്തുൽ കഹ്ഫിനെ ഒന്ന് മൊത്തത്തിൽ അതിലൊന്ന് വിലയിരുത്തിക്കൊണ്ട് നമുക്ക് ഈ അധ്യായം നമുക്ക് അവസാനിപ്പിക്കാം. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. കേൾക്കുന്നതും പറയുന്നതും എല്ലാം തന്നെ അള്ളാഹുവിന്റെ തൃപ്തിയിലായി അള്ളാഹു അതിനെ മാറ്റുകയും നാളെ യൗമുൽ ഖിയാമയിൽ എല്ലാം തന്നെ പ്രതിഫലമായി ലഭിക്കുന്ന അമലുകളായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ സംസാരം അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.